തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ ഉപേക്ഷിച്ചതിനു പകരം അതിവേഗ റെയിൽ ഇടനാഴി നടപ്പാക്കാൻ UDF സർക്കാർ ശ്രമിക്കും. വന്ദേഭാരത് അടക്കം മറ്റു ട്രെയിനുകൾക്കും ഗുഡ്സിനും സഞ്ചരിക്കാനാവുന്ന തരത്തിൽ ബ്രോഡ്ഗേജ് പാതയാണ് ലക്ഷ്യം. മെട്രോമാൻ ഇ ശ്രീധരന്റെ സഹായം തേടിയിട്ടാവും റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കുക. എന്നാൽ ബ്രോഡ്ഗേജിൽ സിൽവർ ലൈനിൽ പ്രഖ്യാപിച്ച 200 കിലോമീറ്റർ വേഗം കിട്ടില്ല. ബ്രോഡ്ഗേജിലെ പരമാവധി വേഗമായ 160 കിലോമീറ്റർ ട്രെയിൻ ഓടിക്കാവുന്ന തരത്തിൽ വളവുകൾ കുറഞ്ഞ പാതയ്ക്കായിരിക്കും ശ്രമം. ജനങ്ങൾക്ക് ദുരിതമാവാത്ത രീതിയിൽ വളരെ കുറച്ച് ഭൂമി ഏറ്റെടുത്ത തൂണുകളിലായിരിക്കും പാത. യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം കാസർഗോഡ് 580 കിലോമീറ്റർ ദൂരം 4.5 മണിക്കൂറിലെത്താം. റെയിൽ പാതയുമായി ബന്ധമില്ലാത്ത സ്റ്റാൻഡേർഡ് ഗേജിലാണ് സിൽവർ ലൈൻ വിഭാവനം ചെയ്തിരുന്നത്. ബ്രോഡ് ഗേജിലാക്കണമെന്ന റെയിൽവേയുടെ നിർദ്ദേശം കഴിഞ്ഞ സർക്കാർ തള്ളിയിരുന്നു. ബ്രോഡ് ഗേജിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും വേഗത കുറവായിരിക്കുമെന്നായിരുന്നു എതിർവാദം. ഇതെല്ലാം കേന്ദ്രം തള്ളിയ സാഹചര്യത്തിൽ റെയിൽവേ നയത്തിന് അനുസൃതമായി പുതിയ പദ്ധതിക്കാണ് ശ്രമം. നിലവിലെ റെയിൽ പാതയുമായി ഓരോ 50 കിലോമീറ്ററിലും കണക്ഷനോടെ അതിവേഗ ഇടനാഴി വന്നാൽ യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകും. കാർഗോ പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കാവുന്ന അതിവേഗ ഇടനാഴികൾക്കാണ് റെയിൽവേ ഇപ്പോൾ അനുമതി നൽകുന്നത്. അഹമ്മദാബാദിലെ സെമി ഹൈസ്പീഡ് ബ്രോഡ്ഗേജ് പാത ഇത്തരത്തിലുള്ളതാണ്. കണ്ടെയ്നറുകളിൽ ചരക്ക് നീക്കത്തിനുള്ള റോ സംവിധാനം കൂടി അതിവേഗ ഇടനാഴിയിൽ വരുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള ചരക്ക് നീക്കത്തിനും ഗുണകരമാകും. അതേസമയം റെയിൽ പദ്ധതി പൂർണ്ണമായി റദ്ദാക്കിയതിന് പിന്നാലെ മേൽനടപടികളിലേക്ക് കടന്ന സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ സമയബന്ധിതമായി മാറ്റി തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റെയിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം റദ്ദാക്കിയ വിവരം ഭൂവുടമകളെ ഔദ്യോഗികമായി അറിയിക്കും. എല്ലാവർക്കും പട്ടയം എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. റെയിൽ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചതായി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. റെയിൽ പദ്ധതിക്കെതിരെ സമരം ചെയ്ത ജനങ്ങൾക്കെതിരെയുള്ള പോലീസ് കേസുകൾ പുതിയ UDF സർക്കാർ പിൻവലിക്കും. പരിസ്ഥിതി പ്രശ്നങ്ങളും പ്രായോഗികതയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും ജനങ്ങളും ശക്തമായി സമരം നടത്തിയിട്ട് മുൻ ഇടത് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. സമരക്കാർക്കെതിരെ അന്ന് വലിയ രീതിയിലുള്ള പോലീസ് നടപടികളുണ്ടായി. ഈ കേസുകളെല്ലാം റദ്ദാക്കാനാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 11 സ്റ്റേഷനുകളുമായി 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്ന പദ്ധതിയായിരുന്നു റെയിൽ. തങ്ങൾ അതിവേഗ പാതയ്ക്ക് എതിരല്ലെന്നും എന്നാൽ പ്രായോഗികമായ ബദൽ മാർഗങ്ങൾ ആലോചിച്ച ശേഷം മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 197 കിലോമീറ്റർ വിഭാവനം ചെയ്തിരുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പാതയുടെ രൂപരേഖയ്ക്ക് മുൻ സർക്കാർ അംഗീകാരം നൽകിയതും 7 വർഷം മുമ്പ് 2019 ജൂലൈയിലാണ്. ഒരു വർഷത്തോളം കഴിഞ്ഞ് പാതയുടെ അലൈൻമെന്റ് പുറത്തു വന്നതോടെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. 2020 ആദ്യം ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങുകയും ആ ഭൂമിയിൽ റെയിലിന്റെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തതോടെ ജനകീയ പ്രക്ഷോഭം സംസ്ഥാനമാകെ പടർന്നു. അങ്ങനെ ഏറ്റെടുത്ത സ്ഥലങ്ങളിലായി ആകെ 6700-ലധികം മഞ്ഞക്കുറ്റികളാണ് റെയിൽ കമ്പനി കുഴിച്ചിട്ടത്. പലയിടത്തും വീടുകളുടെ മുറിക്കുള്ളിലും അടുക്കളകളിലുമൊക്കെ പിടിവാശിയുടെ ഹുങ്ക് വെളിവാക്കിക്കൊണ്ട് ആ കൽക്കുറ്റികൾ സ്ഥാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സർക്കാർ രൂപീകരിക്കാനായാൽ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുമെന്നത്. ആ വാക്കുപാലിച്ചാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന്റെ 2ാമത് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പദ്ധതി അപ്പാടെ വേണ്ടെന്ന് വയ്ക്കുന്ന തീരുമാനമെടുത്തത്. പ്രതിഷേധിച്ചവരുടെ പേരിലെടുത്ത 1000-ലധികം കേസുകൾ പിൻവലിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഭൂമി കൈമാറ്റം ചെയ്യാനോ ബാങ്ക് വായ്പകൾക്കായി ഈടുവയ്ക്കാനോ കഴിയാതെ വർഷങ്ങളായി വിഷമസന്ധിയിലായിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്വാസത്തോടെയും നിറഞ്ഞ ആഹ്ലാദത്തോടെയും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്ത് റെയിൽ യാത്രാവേഗം വർദ്ധിപ്പിക്കണമെന്നതിലോ യാത്രാസമയം കുറഞ്ഞു കിട്ടണമെന്നതിലോ ഒരാൾക്കും തർക്കവും ഉണ്ടാവില്ല. പക്ഷേ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അത്തരം പദ്ധതികൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പാർപ്പിടങ്ങൾ ഇടിച്ചു കളഞ്ഞോ അവരുടെ ഭൂമി അവർക്ക് തന്നെ അന്യമാക്കിക്കൊണ്ടോ ആകരുതെന്നും മാത്രം. പദ്ധതിയോടുള്ള എതിർപ്പിന് കനം കൂടി വരികയും പ്രതിഷേധം പുതിയ രൂപങ്ങളിലേക്ക് മാറുകയും ചെയ്തതോടെ 2022 ജൂണിൽ തുടങ്ങിയ സാമൂഹികാഘാത പഠനം തുടരേണ്ടതില്ലെന്ന് ആ നവംബറിൽ തന്നെ റവന്യൂ വകുപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നതാണ്. കേന്ദ്രാനുമതി ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ പദ്ധതിയുമായി മുന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പിന്നീട് പറയുകയും ചെയ്തു. എന്നിട്ടും പദ്ധതി വേണ്ടെന്ന് വെച്ച് വിജ്ഞാപനം റദ്ദാക്കാനോ പ്രതിഷേധിച്ചവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കാനോ സർക്കാർ തയ്യാറാകാതിരുന്നത് ദുർവാശിയും ധാർഷ്ട്യവും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.